ഞാൻ ചോദിക്കുന്നത് ബഹുമാനപ്പെട്ട ഇരട്ട ചങ്കനോടാണ്. നിങ്ങൾക്കൊരു സിംഗിൾ ചങ്കെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഒരു പഞ്ചായത്ത് അംഗം പോലും അല്ലാത്ത ഒരാളെ സ്റ്റേജിൽ കയറ്റില്ല എന്ന് പറയാനുള്ള നട്ടല് ഈ പിണറായി വിജയനുണ്ടായോ? കാരണം നട്ടല് കാണിച്ചാൽ ഒറ്റ കുഴപ്പമേ ഉള്ളൂ, സ്വന്തം കുടുംബക്കാരകത്തേക്ക് പോകും. അതാണ് ഇവിടുത്തെ അവസ്ഥ. പിന്നെ പിണറായിക്ക് ഇപ്പോൾ ഒറ്റ പണിയേ ഉള്ളൂ. ഏതെല്ലാം നേട്ടങ്ങൾ UDF കൊണ്ടുവന്നിട്ടുണ്ടോ അതിന്റെയൊക്കെ സമാപനത്തിൽ വന്ന് ഉദ്ഘാടനം ചെയ്യാം. കൊച്ചി മെട്രോ ആരാ കൊണ്ടുവന്നത്? റെയില് പണിത് ഉമ്മൻചാണ്ടി, ബോഗി വാങ്ങിയത് ഉമ്മൻചാണ്ടി, ആ പാളത്തിലൂടെ ട്രെയിൻ ഓടിച്ചതും പരീക്ഷണ ഓട്ടം നടത്തിയത് ഉമ്മൻചാണ്ടി, തലേന്ന് 2 കോട്ട് പെയിന്റ് അടിച്ച് ഉദ്ഘാടനം ചെയ്യാൻ വന്നത് പിണറായി വിജയൻ. ഇതിനെ വിഴിഞ്ഞ തുറമുഖം കെ കരുണാകരന്റെ ഭാവനയിലുണ്ടായ ഒരു സംവിധാനം ഉമ്മൻചാണ്ടി പ്രായോഗികമാക്കി. തറക്കല്ലിട്ട് അന്ന് തന്നെ വർക്ക് തുടങ്ങി. വെറും തറക്കല്ല് മഴയും വെയിലും കൊണ്ടൊന്നും കിടന്നിട്ടില്ല, അന്ന് വർക്ക് തുടങ്ങി. ഞാൻ പറയുന്നത് 2016 ഇവിടെ ഭരണ തുടർച്ച ഉണ്ടായിരുന്നുവെങ്കിൽ ഇത് 2020 ഈ ഘട്ടം പൂർത്തിയായി കഴിഞ്ഞാലേ. ഇതൊന്നും ചെയ്യാനുള്ള ഒരു കഴിവുമില്ല. എന്നിട്ട് ഒരു നാണവും കൂടാതെ വന്ന് പ്രസംഗിക്കുകയാണ് ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേട്ടമാണ്. ഞാൻ അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല. പറയുമ്പോൾ അല്പം മോശമാണെങ്കിലും പറയാതിരിക്കാൻ നിവൃത്തിയില്ല. മുമ്പ് ഒരാള് വിവാഹം കഴിച്ചു, കുറെ കാലമായിട്ടും കുട്ടികൾ ഉണ്ടാവുന്നില്ല. ഒരുപാട് ഡോക്ടർമാരെയൊക്കെ കാണിച്ചു. അവസാനം ഡോക്ടർമാർ വിധി എഴുതി നിങ്ങൾക്ക് ഇതിന്റെ ഒരു കപ്പാസിറ്റി ഇല്ല. അപ്പൊ അയാൾ പുറത്തിറങ്ങി വന്നപ്പോൾ അടുത്ത വീട്ടിലത്തെ കുട്ടീനെ കണ്ടു. വാ മോനെ, നിന്റെ അച്ഛൻ ഞാനാണെന്ന് പറഞ്ഞ പോലെ UDF സർക്കാർ കൊണ്ടുവന്ന എല്ലാ നേട്ടങ്ങളെയും സ്വന്തം അക്കൗണ്ടിലാക്കാൻ നോക്കുന്ന പിണറായി വിജയനെ കാണുമ്പോൾ സന്താനോൽപാദന ശേഷി നഷ്ടപ്പെട്ട ഒരു വ്യക്തിയെയാണ് അവിടെ ഓർമ്മ വരുന്നത്.